ഐതിഹാസികമായ നാസിക് കിസാൻ മാർച്ചിന്റെ ചുവടുപിടിച്ച് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ കർഷകർ വീണ്ടും ലോങ് മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കർഷകരും ആദിവാസികളുമായി 1 ലക്ഷത്തോളം കർഷകരാണ് കഴിഞ്ഞ തവണ ഇതേ പാതയിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. കാർഷിക കടം എഴുതിത്തള്ളൽ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തറവില, കാർഷിക പെൻഷനും കൃഷിക്കാവശ്യമായ വെള്ളവും ലഭ്യമാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ ലോങ് മാർച്ച്. പോലീസ് വിലക്കും പ്രതിസന്ധികളും മറികടന്നാണ് കിസാൻ സഭ ലോങ് മാർച്ച് പ്രയാണം ആരംഭിച്ചത്. വിവിധയിടങ്ങളിൽ നിന്നായി കർഷകർ മാർച്ചിലേക്ക് ഒഴുകുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ ഇന്നലെ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ആദ്യ ലോങ് മാർച്ച് കഴിഞ്ഞ് 1 വർഷത്തോളമായിട്ടും ഉറപ്പുകൾ നടപ്പാക്കാൻ മഹാരാഷ്ട്രയിലെ BJP സർക്കാർ തയ്യാറാകാത്തതോടെയാണ് വീണ്ടും മാർച്ച് നടത്തുന്നത്. 180 കിലോമീറ്ററോളം താണ്ടി 27-ന് മഹാരാഷ്ട്ര നിയമസഭ വളയാനാണ് കർഷകരുടെ യാത്ര. ഇന്നലെയും ഇന്നുമായി പല രീതിയിൽ മാർച്ച് പരാജയപ്പെടുത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ടായി. മാർച്ച് ചെയ്യാൻ അനുമതി നൽകാതിരിക്കുക, പോലീസിനെ ഉപയോഗിച്ച് കർഷകരെ തടയുക, നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം തുടങ്ങി സമരം അട്ടിമറിക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങളെല്ലാം അതിജീവിച്ചാണ് കർഷകരുടെ മാർച്ച്. ഇന്നലെ പ്രയാണം ആരംഭിക്കാനിരുന്ന മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ കർഷകരെ പോലീസ് മണിക്കൂറുകളോളം തടഞ്ഞതിനെ തുടർന്നാണ് യാത്ര ഇന്ന് ആരംഭിച്ചത്. കർഷകർ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നാസിക്കിലെത്തി. വഴിയോരങ്ങളിലും മൈതാനങ്ങളിലുമായിരുന്നു കഴിഞ്ഞ രാത്രി കർഷകർ കഴിച്ചുകൂട്ടിയത്. സമരം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ മന്ത്രി ഗിരീഷ് മഹാജൻ കർഷകരുമായി ചർച്ച നടത്തിയെങ്കിലും ഉറപ്പുകൾ നൽകാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്ന് ചർച്ച പരാജയമായി. അനുനയ നീക്കങ്ങൾ സർക്കാർ തുടരുകയാണ്. ആവശ്യം അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് കിസാൻ സഭ. 50,000-ലേറെ കർഷകർ മാർച്ചിൽ അണിനിരന്നു കഴിഞ്ഞു. 200 കിലോമീറ്ററിലേറെ ദൂരം കാൽനടയായി പിന്നിട്ട ലോങ് മാർച്ചിന്റെ ആവേശം ഇപ്പോഴും മങ്ങാതെ നിൽക്കുകയാണ്. ഇന്ത്യയിലെ കർഷക സമര ചരിത്രത്തിലെ ഐതിഹാസിക മുന്നേറ്റമായിരുന്നു കിസാൻ ലോങ് മാർച്ച്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കർഷക നേതാക്കളും സർക്കാരും തമ്മിൽ നടന്ന ചർച്ചയിൽ അംഗീകരിച്ച ആവശ്യങ്ങളിൽ ഒന്നുപോലും നിറവേറ്റുന്നതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഫെബ്രുവരി 25 മുതൽ ബജറ്റ് സമ്മേളനം ചേരുകയാണ്. സർക്കാർ നൽകിയ ഉറപ്പുകൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്ന് കർഷക നേതാക്കൾ പറഞ്ഞു. വനാവകാശ നിയമം നടപ്പിലാക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയ നിലപാടുകൾ തിരുത്തണമെന്നുമാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് വനഭൂമിക്ക് മേലും വനവിഭവങ്ങൾക്ക് മേലുമുള്ള പരമ്പരാഗത അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്നതാണ് ഈ ആവശ്യത്തിന്റെ കാതൽ. വനാവകാശ നിയമത്തിലെ 3-1A പ്രകാരം ആദിവാസി വിഭാഗങ്ങൾക്ക് വനഭൂമിയിലുള്ള അവകാശം കഴിഞ്ഞ വർഷത്തിൽ പടിപ്പടിയായി വെട്ടിക്കുറച്ചു. നിയമമനുസരിച്ച് ലഭിക്കേണ്ട 10 ഏക്കർ ഭൂമിയിൽ 1/4 മാത്രമാണ് അനുവദിച്ചത്. തുടർന്ന് വീണ്ടും അളവിൽ കുറവ് വരുത്തി വെറും 1 ഏക്കറിലേക്ക് ക്ലിപ്തപ്പെടുത്തുകയാണ് ഫട്നാവിസ് സർക്കാർ. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. താങ്ങുവില ഉൽപാദന ചെലവിന്റെ 50% കൂടുതലായി സ്ഥിരപ്പെടുത്തുക എന്ന സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം എന്നതാണ് മറ്റൊരാവശ്യം. 2015-ൽ പാസാക്കിയ ഭൂമി ഏറ്റെടുക്കൽ ബില്ല് റദ്ദാക്കണമെന്നതാണ് മറ്റൊരു മുഖ്യ ആവശ്യം. കേന്ദ്ര നിയമമനുസരിച്ച് സ്വകാര്യ വ്യവസായ സംരംഭങ്ങൾക്ക് കൃഷിഭൂമി ഏറ്റെടുക്കുമ്പോൾ 80% ഭൂ ഉടമകളുടെയും അനുമതി വേണമെന്നതായിരുന്നു ചട്ടം. ഭൂമി വിട്ടു നൽകുന്നവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരവും നിയമം വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ ഇത് മറികടക്കുന്നതിനായി മഹാരാഷ്ട്രയിലെ BJP സർക്കാർ പുതിയ നിയമം കൊണ്ടുവരികയും കൃഷിഭൂമി വ്യാവസായിക ആവശ്യങ്ങൾക്കായി വൻതോതിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയുമാണ്. വളരെ തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നൽകുന്നത്. ഇതുമൂലം ആയിരക്കണക്കിന് കർഷകരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്.